നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമയോട് എനിക്ക് അത്രയ്ക്ക് പകയുണ്ട്. എന്തായാലും അവൾ രക്ഷപ്പെടില്ല. തീർക്കോ അവളെ. എന്റെയും ലക്ഷ്യം അത് തന്നെയാ ജയേഷേ. ഞാൻ എങ്ങനെയെങ്കിലും ആനന്ദ നിലയത്തിൽ കയറി പറ്റും. പിന്നെ എന്റെ ആദ്യത്തെ ടാർഗറ്റ് ശ്യാമയാ. ആ നശിച്ച കേസ് കോടതിയിലായി. ആദ്യം അത് ജയിക്കണം. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ആ CCTV ഫുട്ടേജ് കിട്ടാതെ കേസ് ജയിക്കാൻ പ്രയാസമാ. അറിയാം. പക്ഷേ ഐശ്വര്യയ്ക്ക് അങ്ങനെ തോൽക്കാനാവില്ലല്ലോ ജയേഷേ. ജയേഷ് നോക്കിക്കോ, ഫൈനൽ ജയം എനിക്കാ. ശരി. വെറുതെ തന്നെ ബോറടിക്കുന്നു. ഞാൻ ഒരാളോട് സംസാരിക്കാൻ പോവാ. ഓ, ഇപ്പൊ അങ്ങനെയായി. ആ, എന്റെ അടുത്തിരുന്ന് ബോറടിക്കുന്നു. ആ അതെ, എനിക്കിപ്പോ സംസാരിക്കാൻ വേറെ ആളുണ്ട്. അതാരാ? എന്നൊന്ന് കാണണല്ലോ. ആ എന്നാ കണ്ടു. മോളെ, എന്താ മോളുടെ വിശേഷം? മോൾക്ക് സുഖാണോ? പറയേ. മോള് മിണ്ടുന്നില്ലല്ലോ. താൻ നോക്കിക്കോ, മിണ്ടും. ആളെ തിരിച്ചറിയാനാ. ആ, എന്നാ നമുക്ക് നോക്കാം. നോക്കാം. ആ മോളെ, ഇത് മോളുടെ അച്ഛനാ. എന്തുപറ്റി? എനിക്ക് അതിശയം തോന്നാ. മോള് വയറ്റിൽ തൊഴിക്കുന്നു. അതെയോ? അതെ, എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. മോളെ, മോളുടെ അച്ഛനാ വിളിക്കുന്നേ. വീണ്ടും തൊഴിച്ചു. മുന്നേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സംസാരിക്കാൻ വേറെ ആളുണ്ടെന്ന്. ശരിക്കും എനിക്ക് അത്ഭുതം തോന്നാ. അത്ഭുതപ്പെടുന്നെന്തിനാ? എന്റെ മോൾക്ക് അമ്മയെക്കാൾ ഇഷ്ടം അച്ഛനെയാ. അയ്യോ, ഒന്ന് പോയേ. മോക്ക് അമ്മയെ ഇഷ്ടം. ആ, എന്നാ ഇപ്പൊ അറിയണല്ലോ. എങ്ങനെ? ഞാൻ ഇനിയും മോളെ വിളിക്കും. അപ്പൊ അവള് വയറ്റി തൊഴിക്കുകയും ചെയ്യും. ആ, എന്നാ പിന്നെ ഞാനും പകരം ചെയ്യും. ആ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മോളൊന്ന് ജനിച്ചോട്ടെ. മോളെ കൊണ്ട് ഞാൻ അവളുടെ അച്ഛനെ ഒരു പാഠം പഠിപ്പിക്കും. അത് നടക്കില്ല. നടക്കും. നടക്കില്ല. ആ എന്റെ മോള് എന്റെ അഖിൽ സാറിനെ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹിക്കും. അതുറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.